യാത്രയ്ക്ക് പിന്നിട്ട യാത്രയേക്കാളും പ്രത്യേകതയുണ്ട് കേട്ടാ. ഇതെന്റെ ആദ്യത്തെ വിമാനയാത്രയാണ്. ഈ കൂട്ടത്തിൽ വിദേശയാത്ര നടത്തിയ ഒരേ ഒരാൾ നമ്മുടെ ധീര വനിത കിച്ചേച്ചി മാത്രമാണ്. ഇത്ര അടുത്ത് വിമാനം കണ്ടതിന്റെ സന്തോഷമാണ് എനിക്കും തങ്കിക്കും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-15 വർഷം മുന്നെയാണ് ഞാൻ ഈ എയർപോർട്ടിൽ വന്നേക്കുന്നത്. ദാ കിടക്കണം നമ്മുടെ വണ്ടി ഫ്ലൈ 91. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ആവിയായി പോയി. എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള ടൈമിൽ നെഗറ്റീവ് ചിന്തകൾ ആദ്യം എന്റെ മൈൻഡിൽ കയറി വരാം. അതുവരെ ചൊല്ലാത്ത നാമങ്ങളൊക്കെ ആ നേരം കൊണ്ട് ഞാൻ ചൊല്ലി തീർത്തു. അറിയാവുന്ന ദൈവങ്ങളെ ഒക്കെ വിളിച്ച് എന്റെ ഇടതും വലതും മുന്നിലും പിന്നിലും ഒക്കെ നിർത്തി. ഫ്ലൈറ്റ് സ്റ്റാർട്ടായതും എവിടുന്നോ ഒരു ധൈര്യം കയറി. വേറൊന്നല്ല, ഇനി രക്ഷയില്ല, ഇറങ്ങി ഓടാനാവില്ലല്ല. കൂട്ടത്തിലൊരെണ്ണം പേടിച്ചിരിക്കുമ്പോ അതിന്റെ ആക്കം കൂട്ടാൻ അപ്പുറത്തൊരെണ്ണം ഉണ്ടായി. എന്താ ചെയ്യാ? കുറച്ചേരം കഴിഞ്ഞപ്പോ ഞാൻ സെറ്റായിട്ടാ. അപ്പൊ നേരത്തെ ഇളിച്ചിരുന്ന പച്ചിലയുടെ കിളി ലേശം പാളിയും തോന്നുന്നു. വിൻഡോയിലൂടെ പുറത്തോട്ട് നോക്കുമ്പോ ആ വെള്ള പഞ്ഞിക്കെട്ട് മേഘങ്ങൾക്ക് മുകളിലൂടെ നമ്മൾ അപ്പൊ ഞങ്ങൾ പോണത് എവിടേക്കാന്ന് പറഞ്ഞില്ല അല്ലെ. ഇന്ത്യയിലെ ഒരേ ഒരു കോറൽ ഐലൻഡായ നമ്മുടെ സ്വകാര്യ അഹങ്കാരം ലക്ഷദ്വീപിലോട്ടാണ്. പോകുന്ന വഴിയെല്ലാം അത്രയ്ക്ക് ഭംഗി തോന്നുന്ന ഒരു സ്ഥലം. സത്യം പറഞ്ഞ ആകാശത്തുനിന്ന് കര തൊട്ടപ്പോഴാണ് എന്റെ നല്ല ജീവൻ കിട്ടിയത്. ആദ്യത്തെ 2 ദിവസം നമ്മള് സൺബ്രീസ് റിസോർട്ടിലാണ് നിന്നത്. ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു റിസോർട്ട്. അല്ലാതെ പിന്നെ എങ്ങനെയാ, ഇവിടെ കരയേക്കാൾ കൂടുതൽ കടലാണ്. വെറും 7 കിലോമീറ്റർ ആണ് ഈ അഗത്തി ഐലൻഡ് ഉള്ളൂ. പാമ്പോ പട്ടിയോ ബാറോ പാർലറോ തിയേറ്ററോ ഇല്ലാത്ത ഒരു സ്വർഗഭൂമി. നാടിന്റെ ഭംഗിയേക്കാൾ മനസ്സിന് ഭംഗിയുള്ള മനുഷ്യരുള്ളൊരു നാട്. ഒരു കടലിന് ഇത്രയും ഭംഗിയൊക്കെ ഉണ്ടാവോ? സിനിമകളിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്നതിനേക്കാളും ഒരു ഭംഗിയും കൊതിയൊക്കെ ഈ കടൽ കാണുമ്പോൾ നമുക്ക് തോന്നും. ശരിക്കും ഇവിടുത്തെ സീസൺ സെപ്റ്റംബർ ടു മെയ് ആണ്. ഞങ്ങൾ പോയത് ഓഫ് സീസണിലാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ തിരകളും കാറ്റെല്ലാം. ലഗൂൺ ഏരിയ എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ നാളികേരത്തിനും മീനിനും ഒരു ക്ഷാമവും ഇല്ല. ഭംഗി കണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കുടിക്കാൻ നല്ല ശുദ്ധമായ കരിക്കും വെള്ളം കിട്ടിയിട്ടാ. ഈ സ്ഥലത്തോടുള്ള ഇഷ്ടം കൊണ്ടാവണം കരിക്കും വെള്ളത്തിന് വരെ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് തോന്നി. റൂമിൽ കയറി റെസ്റ്റ് എടുക്കാനൊന്നും തോന്നിയില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ വെസ്റ്റേൺ ജെട്ടിയിലോട്ട് വിട്ടു. അവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഇത്രേ. അപ്പൊ അതൊന്ന് കാണണമല്ലോ. തിരകൾ ഉണ്ടായിരുന്ന കാരണം നല്ല ആട്ടം ഉണ്ടായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആട്ടം. സീസൺ സമയമാണെങ്കിൽ ഈ വെള്ളത്തിന്റെ താഴെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി കാണാന്നാണ് അവര് പറഞ്ഞത്. അത് നമുക്ക് മിസ്സായിട്ടാ. തിരികെ പോണ സമയത്ത് അവിടെ കുറെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടാ. കുറച്ചു നേരം അവരോട് വിശേഷം പറഞ്ഞ് അടുത്ത സ്ഥലത്തിലോട്ട് വിട്ടു. ലക്ഷദ്വീപിൽ എന്താ പ്രത്യേകിച്ച്? കടൽ മാത്രല്ല എന്ന് പറയുന്നവരോട്, ആ കടലാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ വെളുത്ത മണൽത്തരി അത് കുറച്ച് കിറ്റിലെടുത്ത് കൊണ്ടുപോയി അമ്മോട് വറുത്ത റവയാന്ന് പറഞ്ഞ അമ്മ വിശ്വസിക്കും. അത് പോട്ടെ, ആ വെളുത്ത മണൽത്തരിയിൽ നല്ല നീല വെള്ളം വന്ന് ഇങ്ങനെ അടിക്കുമ്പോ അയ്യവാ, ഈ കടലിനെ എങ്ങനെ കര പ്രണയിക്കാതിരിക്കും? എങ്ങനെ സൂര്യൻ ഈ ആഴിയിൽ ലയിക്കാതിരിക്കും? ഞാൻ ഇത്തിരി സാഹിത്യത്തിലായിപ്പോയി. ഇതാണ് ഈസ്റ്റേൺ ജെട്ടി. ആ കാണുന്നതാണ് കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രൊജക്ട്. ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത്. ഇങ്ങനെ നോക്കുന്നതിനേക്കാളും ക്ലാരിറ്റി ഇതാ ഇങ്ങനെ നോക്കിയാൽ കടലിന്റെ അടിഭാഗം വരെ കാണാം. കടാപ്പുറത്തുകൂടെ പാട്ട പറക്കാൻ പോണ 3 എണ്ണാണെന്ന് തോന്നുമെങ്കിലും കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമായി ഞങ്ങളാണ് വരുന്നത്. നമ്മുടെ അര വരെയേ വെള്ളം ഉണ്ടാവൂ. എത്ര വേണേലും നടന്നങ്ങ് പോവാം. പിന്നെ ചെറുതായി നീന്തൽ പഠിച്ചു എന്ന എന്റെ തോന്നലും കൊണ്ട് ഇറങ്ങിയതാ. പൂളിലെ വെള്ളം പോലെയല്ലല്ലോ, നല്ല ഉപ്പുവെള്ളായിരുന്നു. കണ്ണിലോട്ട് പോയപ്പോ ചെറുതായി ഒന്ന് നേറി. ഇനി കിച്ചുമ്മയുടെ ഒരു കുളിപ്പാട്ടാവാം. ഇതാണ് സിറാജിക്ക. മൂത്തോനെന്ന് എല്ലാരും വിളിക്കുന്നേ. ഇവിടുത്തെ ഓളിനോളാണ് കേട്ടാ. കടലിലെ കളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങി. എന്നാ പിന്നെ ലക്ഷദ്വീപിലെ സ്പെഷ്യൽ തന്നെ കഴിക്കാല്ലേ. ഒരു പ്ലേറ്റ് നിറയെ അവിടുത്തെ പലഹാരങ്ങൾ എല്ലാം സൂപ്പറായിരുന്നു. പരിപ്പുവട നമ്മുടെ നാട്ടിലെ പോലെ തന്നെയായിരുന്നു. പിന്നെ ഫിഷ് റോള്, ഇലയട, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് വെള്ളത്തിൽ കമന്ന് കിടക്കാം. ആദ്യം ഞങ്ങൾ പെൺതരികളാണ് സാഹസത്തിന് മുതിർന്നത്. ആ സമയം ബാക്കി 2 എണ്ണം. അങ്ങനെ സ്നോർക്കിളിങ്ങിന്റെ ആദ്യ പാഠം പഠിപ്പിച്ചു തന്ന ഗുരുവിന്റെ കൈയും പിടിച്ച് ആദ്യമായി കടലിന്റെ അടിഭാഗം ഞങ്ങൾ കണ്ടു. ഈ കമന്ന് കിടന്ന് നോക്കുന്നവർക്ക് കാണുന്നത് നല്ല രസമായിരിക്കും. പക്ഷെ കരയുന്നത് കാണുമ്പോൾ ഈ തോട്ടിലൊക്കെ വെള്ളം കയറുമ്പോ ഈ കൊട്ടത്തേങ്ങൊക്കെ ഒഴുകി പോവാറില്ലേ, അതുപോലെയാട്ടാ പിന്നെ എനിക്ക് കണ്ടപ്പോ തോന്നിയേ.
ഗ്ലാസ് ബോട്ട് സൂപ്പർ ആയിരുന്നു. ബോട്ടിൽ യാത്ര അടിപൊളിയാണ്. പക്ഷെ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തോ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നി. അത് സാധാരണ ആണെന്ന് അവര് പറഞ്ഞേ. ആ തിര തുടങ്ങുന്ന ഏരിയ കണ്ടോ, അതാണ് ലഗൂണിന്റെ സ്റ്റാർട്ടിങ്. അതിന്റെ അപ്പുറം ആഴക്കടലാണ്. ആ തിരയെ ഇവർ ദ്വീപിന്റെ കാവൽക്കാർ എന്നാ പറയുന്നത്. ഇത്ര വലിയ തിര വന്നാലും ഈ ലഗൂണിനപ്പുറം ശാന്തമായ യാത്ര വരാറ്. ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതമല്ലേ അല്ലേ? അങ്ങനെ ഇരുന്ന് കണ്ടത് തൃപ്തി പോലാണ്ട് ഞാൻ കിടന്നു നോക്കി. അങ്ങനെ നമ്മളും കണ്ടിപ്പാ. അവിടുന്ന് നേരെ പോയത് കൽപ്പറ്റി ഐലൻഡിലോട്ടാണ്. എന്തൊക്കെയോ ഐതിഹ്യങ്ങളുള്ള ദ്വീപാണ് കേട്ടോ. ജനവാസമില്ലാത്ത ഒരു ദ്വീപ് കൂടിയാണിത്. ഫുള്ള് പച്ചപ്പ്, ഒരു ചെറിയ കാട്ടിലൂടെയൊക്കെ പോണ ഒരു ഫീൽ ഉണ്ട്. ഒരുപാട് ഇടവഴികളുണ്ട്, പക്ഷെ എല്ലാം ചെന്നെത്തുന്നത് കടലിന് മുന്നില്. ഇവിടുത്തെ മണ്ണിനും മരത്തിനും കാറ്റിനും കടലിനും എന്തിനെ ഉണങ്ങി വീണ് കിടക്കണ ഈ മരത്തിന് പോലും എന്തൊരു ഭംഗിയാന്നറിയോ. ഇതൊക്കെ ഒരിക്കലെങ്കിലും കാണണം പിള്ളേരെ. Every night I see you, I see you, I see you. അതായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ സ്വപ്നക്കൂടിലെ ഭാവനയുടെ രംഗം ഓർമ്മ വന്നപ്പോ പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല, ഇറങ്ങി ഓടി. ഞങ്ങൾ നോക്കുമ്പോ അവിടെയുള്ള എല്ലാവരും ഈ കുഴിയിലോട്ട് എത്തി നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചത് ഒരു ആചാരാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് ആ കുഴിയുടെ ഉള്ളിലൊരു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങളും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെയും കാത്ത് നമ്മുടെ ബോട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സമയം കുറവായ കാരണം നമുക്ക് ഈ ദ്വീപ് അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അരമണിക്കൂറാണ് ഓരോ ബോട്ടിനും ഈ ദ്വീപിൽ അനുവദിച്ചിരിക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകണം. അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിൽ എത്തിയപ്പോ അവിടെ നമ്മളെയും കാത്ത് കുറെ നല്ല മനുഷ്യരുണ്ടായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മനസ്സൊക്കെ നിറഞ്ഞൊരു ഫീല്. പിന്നെ അവിടെ വെച്ച് കമ്പനിയായ ഒരു അങ്കിളിന്റെ ആന്റിയുടെ ആനിവേഴ്സറിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നല്ല വൈബ് മൈൻഡ് ഉള്ളവരായിരുന്നു കേട്ടോ. അവിടുന്ന് നേരെ ബീച്ചിലോട്ട് ഫ്ലാഷ് ഓൺ ആക്കിയതും ഒരു 10-200 എണ്ണം ഇറങ്ങി ഓടി. എന്ത് ഞണ്ട്! അതിലൊരെണ്ണത്തിനെ ഞങ്ങൾ അങ്ങ് റാഞ്ചി. ജീവനുള്ള ഞണ്ടിനെ, അതും കടലിൽ ഓടി നടന്ന ഒരെണ്ണത്തിനെ എന്ത് ധൈര്യത്തിലായി പിടിച്ചിരിക്കുന്നതെന്ന് തമ്പുരാനറിയാം. അല്ലെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാഹസികത കൂടുതലാ. അതിന് ചുക്കാൻ പിടിക്കാൻ കൂടെ 3-4 ഉണ്ടായി എന്താ ചെയ്യാ. നൈറ്റ് ഫിഷിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടാ. പിന്നെ ലൈവായിട്ട് ചൂണ്ടയിട്ട് പിടിച്ച വറ്റമിന്റെ കുട്ടി. ഇതൊന്നല്ല, വേറൊരു ഐറ്റം വരാനുണ്ട്. കൂട്ടത്തിലെ കൊമ്പൻ ടൂണ ഫിഷ്. ഒരു 5 മിനിറ്റ് മുന്നേ സത്തുപോയി. ഇത്രയും വലിപ്പുള്ള മീനുള്ള ഏരിയയിലാർന്നല്ലോ തമ്പുരാനെ പകല് മുഴുവൻ ആർമാദിച്ചത് ഓർത്തപ്പോ മുട്ടൊന്ന് ഇടിച്ചു. ഒരു 10-12 കിലോ ഒക്കെ വരുന്നാ പറഞ്ഞത്. മതിയിലോ? അതൊക്കെ ഇവർക്ക് ജുജുബിയാന്നാ കേട്ടെ. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്ര വലിയ മീനെടുത്ത് പോക്കണേ. പിറ്റേന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലക്ഷദ്വീപ് സ്പെഷ്യൽ കിലാഞ്ചിയും നാളികേരപ്പാലായിരുന്നു കേട്ടോ. പാലിൽ പഴം നുറുക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അരി പൊടിച്ചു വെച്ചാൽ ഇത് ഉണ്ടാക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വേറെ റിസോർട്ടിലോട്ട് മാറാണ് കേട്ടാ. 2 ദിവസം നമുക്ക് ലക്ഷദ്വീപിലെ തനത് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത് ഈ ചേച്ചിമാരായിരുന്നു. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. അതുപോലെ ലക്ഷദ്വീപ് ഫുള്ള് കൊണ്ടുപോയി കറക്കിയത് മൂപ്പരുടെ വണ്ടിയായിരുന്നു. ഇറങ്ങാൻ നേരം അവിടുത്തെ കല്ലും ഷെല്ലും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ഒരുപാട് ഐറ്റംസ്, വള, മോതിരം, കമ്മല്, കീ ചെയിൻ, മാഗ്നറ്റ്, അങ്ങനെ ഒരുപാട് നല്ല ക്യൂട്ട് ഐറ്റംസ് കൊണ്ട് അഗത്തിയുടെ സ്വന്തം റെസിൻ ആർട്ടിസ്റ്റിനെ പരിചയപ്പെട്ടു കേട്ടാ. 3-4 ഞാനും വാങ്ങി. അവിടുന്ന് നേരെ അടുത്ത റിസോർട്ട് സീഷെല്ലിലോട്ട്. ചൂട് പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുക. ഫുട്ബോൾ ആയിരിക്കണം വിഷയം. ഇതാണ് നമ്മുടെ CI സാർ, നൂർ സാറ് മുത്താണ്. ചർച്ച നമ്മുടെ ഏരിയ അല്ലാത്തോണ്ട് ഞങ്ങൾ സ്ഥലം വീക്ഷിക്കാൻ ഇറങ്ങി. എവിടെ നോക്കിയാലും ഫ്രെയിം. സ്വർഗല്ലേ! ഇത് ഏതോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയൊരു ഫീലായിരുന്നു. പണ്ട് നോട്ട് ബുക്കിന്റെ ഒക്കെ ചട്ടയിലാണ് ഇതുപോലുള്ള ഭംഗിയുള്ള കടലൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കുള്ള ബോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടാ. എന്തിനാ ഇതാണ് നമ്മുടെ ഒരു സ്കൂബ മാസ്റ്റർ. സ്കൂബയുടെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോ തന്നെ എന്തോ ഒന്ന് സാധിച്ചൊരു ഫീലായിരുന്നു. ലാക്സി അഡ്വഞ്ചേഴ്സ് ആണ് സ്കൂബയ്ക്ക് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. വെൽ ട്രെയിൻഡ് ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പേടിയില്ലാണ്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. പോണേല് മുന്നൊരു വാമപ്പൊക്കെ ആവാല്ലേ. ഇനി ഒരല്പം തിയറി പഠിക്കാം. നമ്മുടെ ഫുൾ സ്കൂബ കിറ്റ് ഇതാ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂബ ടാങ്ക്. ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? ഓക്സിജൻ അല്ല. ഒരിക്കലും നമുക്ക് പ്യൂർ ഓക്സിജൻ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ നോർമൽ എയർ തന്നെയാണ്. ചോദ്യം ഞങ്ങളോടായതുകൊണ്ട് ഉത്തരം മണ്ടത്തരായിരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇതിൽ ഓക്സിജൻ അല്ല നോർമൽ എയർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. ഇത്രയും വരെ കാര്യങ്ങൾ സ്മൂത്ത് ആയിരുന്നു. ഈ വായ കൊണ്ടുള്ള ശ്വാസമെടുപ്പാണ് പണിയൊന്നുമില്ല. മൂക്കടച്ചാ പിന്നെ വായ തന്നെ ശരണം. സ്കൂളിൽ പഠിക്കാതിരിക്കുമ്പോ പോലും ഇത്ര ഇൻട്രസ്റ്റോടെ കേട്ടിരുന്ന ചരിത്രം ഞങ്ങൾക്കില്ല.
കാരണം ഇത് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നുകൂടെ സഫലാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള്. കുഞ്ഞുമണിയുടെയും ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ആദ്യത്തെ ഇറക്കം ചേച്ചി അളിയനായിരുന്നു. പ്രോത്സാഹനത്തിന് ഒരു കുറവും വരുത്തരുതല്ലോ. കപ്പിളായിട്ട് ആദ്യം ഇറങ്ങി. ചേച്ചി അളിയനും കയറിയപ്പോ ഞാനും ചേട്ടനും ഇറങ്ങി. കടല് കുറച്ച് റഫായിരുന്നു, അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് ജുജുബിയായിരുന്നു. നേരത്തെ കേട്ട തിയറി ക്ലാസ്സിലെ ഓരോ പാഠങ്ങളും മനസ്സിലായവറക്കി ഞാനും മാസ്റ്ററും താഴെ ഇറങ്ങി. തിയറി ക്ലാസ് കേൾക്കണ പോലെയല്ല, അത് പ്രാക്ടിക്കലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് ചെയ്തു വന്നപ്പോൾ സക്സസ് ആയി. പിന്നെ കണ്ടതാണ് കാഴ്ച. വേറൊരു ലോകത്തേക്ക് എൻ്റർ ചെയ്തൊരവസ്ഥ. കടലിന്റെ മേലെ ഭാഗത്ത് കാണുന്ന ഇളക്കമോ നിറമോ ഒന്നുമല്ല, ശാന്തമായൊരിടം. അവിടെ നിറയെ പല വർണ്ണത്തിലും നിറത്തിലും വലിപ്പത്തിലുള്ള മീനുകൾ, പവിഴപ്പുറ്റുകളുടെ ഒരു മായാ ലോകം. കടലിനടിയിലെ ലോകം എന്ന് പറഞ്ഞാൽ കരയേക്കാൾ സുന്ദരി കടലാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു. നമ്മുടെ കണ്ണിനെ നമുക്ക് തന്നെ സംശയം തോന്നിപ്പോവും. ഈ സ്കൂബയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ നമ്മള്? 2 ടൈമിങ്ങിൽ കടലിലിറങ്ങിയ ഞാനും ചേട്ടനെ കടലിന്റെ അടിത്തട്ടിൽ വെച്ച് കണ്ടുമുട്ടി. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഞങ്ങൾ തമ്മിൽ കാണിച്ചില്ല. പിന്നെ എപ്പോഴും എന്താ ഞാൻ ഈ കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നതല്ല, കടലിനടിയിൽ ഇങ്ങനെ കാണിച്ച സൂപ്പർ എന്നല്ല, നമ്മൾ ഓക്കെ ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ ചിഹ്നം. കടലിനടിയിൽ സംസാരിക്കാൻ ഇങ്ങനെ കുറെ കോഡ് ഭാഷകളുണ്ട്. തംസപ്പ് കാണിച്ചാൽ അപ്പൊ തന്നെ നമ്മളെ മേലെ കൊണ്ടുപോകും. അതുകൊണ്ട് ഞാനത് കാണിക്കാൻ നിന്നില്ല. ഇനി കടലിനടിയിൽ നമുക്ക് കുറച്ച് യോഗ ചെയ്യാം. 20 മിനിറ്റാണ് നമ്മൾ കടലിനടിയിൽ ഉണ്ടാവുക. അവിടുത്തെ വീഡിയോസ് ഒക്കെ ഇവര് തന്നെ നമുക്ക് എടുത്തു തരും. ഈ വീഡിയോസ് ഒക്കെ നമ്മൾ പിന്നീട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി നമുക്ക് ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റുക. കണ്ണിന്റെ മുന്നിൽ കൂടെ ഇത്രയധികം മീനുകൾ പോകുമ്പോൾ ഒരെണ്ണത്തിനെങ്കിൽ തൊടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനെ പോലും തൊടാൻ കിട്ടിയിരുന്നില്ല. അതാ അവരുടെ ലോകല്ലേ. സ്കൂബ കഴിഞ്ഞ് ബോട്ടിൽ കയറിയപ്പോൾ എനിക്ക് ഞാൻ കണ്ടതെല്ലാം ഉള്ളത് തന്നെ ആയിരുന്നോ എന്നായിരുന്നു സംശയം. പിന്നെ ഞാൻ കണ്ടത് തന്നെയാണോ അവരും കണ്ടത് എന്നറിയാനുള്ളൊരു ത്വര കൂടി ചോദിക്കാൻ ചെന്നപ്പോൾ ഒരെണ്ണം എന്താ കടൽക്കാറ്റും കൊണ്ട് കിടപ്പാ, മറ്റേത് കര എപ്പോൾ എത്തുന്ന അറിയാനുള്ള ആകാംക്ഷയിലും. കടല് റഫായിരുന്നു, ബോട്ട് നല്ല ഇളക്കണ്ടായിരുന്നു, ഞാൻ സൈഡായി. ഇതാണ് നമ്മുടെ ഫുൾ സ്കൂബ ടീം. രാത്രിയായ കുറച്ച് സാഹസികത കൂടും. ആ വെളിച്ചം കാണുന്നത് കളഞ്ഞുപോയ എന്തോ തപ്പുന്നതല്ല, നൈറ്റ് ഹണ്ടിങ് ആണ്. രാത്രിയിൽ ഉറങ്ങിക്കിടുന്ന മീനിനെ കുത്തിപ്പിടിക്കൽ. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഹണ്ടിങ് ഒക്കെ കഴിഞ്ഞ് പാത്രം തുറന്നപ്പോഴാണ് കിട്ടിയ മീനിനൊക്കെ ഞങ്ങൾ ശരിക്കും കാണണേ. പാരറ്റ് ഫിഷ്, ഹമൂർ, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ CI നൂർ സാറ് മുത്തല്ലേ. ഈ മീനുകളെയൊക്കെ മൊത്തം കുത്തിപ്പിടിച്ചത് CI സാറായിരുന്നു. പിടിച്ച മീനിനെതാ ഇവിടെ കൊടുത്തൊരു കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും നല്ല കിടിലം മസാലയിൽ ഗ്രില്ല് ചെയ്ത് കയ്യിൽ കിട്ടും. നമ്മൾ ഹണ്ട് ചെയ്ത മീനിനെ നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവല് ഈ കുളത്തിലൊക്കെ ചൂണ്ടിയിട്ട് പിടിച്ച് വറുത്ത് കഴിക്കണവർക്കറിയാം. ആ കിക്ക് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ. നൂറ് സാറ് മാത്രല്ല, PRO ഖുറേഷി സാറും SHO ബെന്നി സാറും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടിയ മുത്തുകളായിരുന്നു കേട്ടാ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടാ. നമ്മളെ കാണുമ്പോൾ രച്ചുന്ന് പേരെടുത്ത് വിളിച്ച് ഭയങ്കരമായിട്ട് പരിചയമുള്ളവരെ പോലെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. നിങ്ങളൊന്നും ഞങ്ങളെ കാണുന്നതല്ലേ. നിങ്ങൾ തരുന്ന സ്നേഹം എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. സൂര്യാസ്തമയ സമയത്ത് പൊതുവെ കടല് കാണാൻ ഒരു ഭംഗിയാ. അത് ലക്ഷദ്വീപ് ആവുമ്പോൾ ആ ഭംഗിക്ക് ആക്കം കൂടും. രാത്രി ആയി കഴിഞ്ഞാൽ ചായ കൂടി ഞങ്ങൾക്കൊരു ശീല. ചായ ഇല്ലാത്ത നാടില്ലല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ചായയും കടിയും. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിലെ മോർണിംഗ് വ്യൂ ആണ് ഇത് കേട്ടോ.
പാട്ടുംപാടി റോഡിലൂടെ സൈക്കിളിൽ പോകുമ്പോൾ മനസ്സിൽ ഞങ്ങൾ ഭാവനയും മീര ജാസ്മിനും ആയിരുന്നു. പെട്ടെന്നായിരുന്നു ആ സത്യം ഞങ്ങളുടെ മനസ്സിൽ വന്നത്. ഓ മൈ ഗോഡ്, നമ്മുടെ നൂറ് സാറിന്റെ ഉള്ളിലെ പോലീസുകാരൻ ഉയർത്തെഴുന്നേറ്റു. ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ചതിന് പിടിച്ചതാ ഞങ്ങളെ. ഇത്രയും കമ്പനിയായ ഒരു പോലീസുകാരെ ഞാൻ ആദ്യമായിട്ട് കാണുക. അങ്ങനെ ലക്ഷദ്വീപിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു അത്. ഞങ്ങളുടെ ഈ ലക്ഷദ്വീപ് യാത്ര ഇത്ര മനോഹരമാക്കി തന്നത് CI നൂറ് സാറും പബ്ലിക് റിലേഷൻ ഓഫീസർ ഖുറേഷി സാറും SHO ബെന്നി സാറും പിന്നെ നമ്മുടെ സിറാജിക്കയാണ്. ഇവിടേക്ക് വരുമ്പോൾ സ്ഥലം കാണാൻ വരുന്ന വിരുന്നുകാരായിട്ടാണ് വന്നതെങ്കിലും തിരിച്ചു പോകുമ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോണൊരു ഫീലായിരുന്നു. അത്രയും ബന്ധങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി. അതെല്ലാം ഈ ദ്വീപുകാരുടെ സ്നേഹമാണ്. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ കടലും പവിഴപ്പുറ്റും മീനും മാത്രമല്ല, കുറേ നല്ല മനുഷ്യരുടെ മുഖം കൂടി ഇനി മനസ്സിൽ തെളിയും. ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും പറഞ്ഞു കേട്ടതാ, സീസൺ ടൈമിൽ വായോ, അത് ഇതിലും സൂപ്പറാണെന്ന്. ഇപ്പോഴേ ഇത്രയും സൂപ്പർ, അപ്പൊ സീസൺ ടൈം എപ്പടി ഇരിക്കും? ഒരു വരവ് കൂടെ വരേണ്ടി വരും അല്ലേ? ലക്ഷദ്വീപിന്ന് അകന്നകന്ന് പോകുമ്പോ മനസ്സിന് എന്തോ ഒരു ഭാരം ഉണ്ടായിരുന്നു. ആ തിര കാണുന്ന ഭാഗമില്ലേ, അവിടം വരെ വലിയ തിര വരൂ. ആ തിരക്ക് അപ്പുറം ആഴക്കടലും ഇപ്പുറം ലഗൂണുമാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോ തൊട്ട് നമ്മുടെ തങ്കി എയർ ഹോസ്റ്റേഴ്സിനെ കയ്യിലെടുക്കാനുള്ള തിരക്കിലായിരുന്നു. അവസാനം അവൻ അത് സാധിച്ചെടുത്തു. മുട്ടായി കണ്ട വീഴാത്തവരാരുണ്ടില്ലേ? വീട്ടിലെത്തിയപ്പോൾ ഗൾഫിൽ നിന്ന് വന്ന മാമന്റെ പെട്ടി തുറക്കുമ്പോഴുള്ള സന്തോഷമായിരുന്നു ഇത് തുറക്കാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലക്ഷദ്വീപിൽ നിന്ന് തന്നയച്ച സമ്മാന. ഇത് തന്ന മോളുടെ ഉമ്മയുടെയും പേര് ഞാൻ മറന്നുപോയി. ഈ വ്ളോഗ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഒരുപാട് താങ്ക്സ് ട്ടോ. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം. നല്ല ടൂണ അച്ചാറും പിന്നെ കുറച്ച് സ്വീറ്റ്സ് ആണ് കേട്ടാ. അങ്ങനെ ലക്ഷദ്വീപിന്റെ സ്നേഹം അങ്ങനെ കടല് കടന്നതാ തൃശ്ശൂര് വരെ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം.